ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. +2 കെമിസ്ട്രി പരീക്ഷയ്ക്ക് വേണ്ട വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. കാണാത്തവർ കാണണം. ഞാൻ ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങൾ, ഈസി ക്വസ്റ്റ്യൻസ്, നെയിംഡ് റിയാക്ഷൻസ് ഒക്കെ കഥ പോലെ പഠിപ്പിക്കുന്ന വീഡിയോസ് ഇതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. തൊട്ട് മുമ്പുള്ള വീഡിയോസ് നോക്കുക. അപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്ത് പഠിക്കുക. പലരും പഠിച്ചിട്ടുണ്ടാവാം, പക്ഷെ മറന്നു പോകുന്നുണ്ടാവാം. കാരണം കെമിസ്ട്രി അത്യാവശ്യം പഠിക്കാനുണ്ട് +2. അപ്പോൾ നമ്മൾ മറന്നു പോകുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ച് ടെൻഷൻ ആവണ്ട. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ ടഫ് ആവുമോ എന്ന് ആലോചിച്ച് ഒന്നും ടെൻഷൻ ആവണ്ട. ഇപ്പം നിങ്ങൾ മാക്സിമം ഉച്ച വരെ സമയം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അതുവരെ പറ്റുന്നത്ര നിങ്ങൾ പഠിക്കുക, പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുക, നല്ല കോൺഫിഡൻ്റ് ആയിട്ട് പരീക്ഷ എഴുതുക. അപ്പോൾ എന്ത് പഠിക്കുന്നുണ്ടെങ്കിലും ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വെച്ച് നന്നായി ഫോക്കസ് ചെയ്ത് പഠിച്ചതൊക്കെ ഒന്ന് റിവൈസ് ചെയ്ത് മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ നമുക്ക് നേരിടാം. അപ്പം അങ്ങനെ ഒരു ധൈര്യത്തോടു കൂടി നിങ്ങൾ പരീക്ഷയെ കാണുക, ടെൻഷനൊക്കെ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഭയങ്കര ടഫായിട്ടുള്ള ന്യൂമറിക്കൽസ് കെമിസ്ട്രി ചോദിക്കാറില്ല. ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്തരം ചെറിയ ചെറിയ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് 2 മാർക്കിനും 3 മാർക്കിനൊക്കെ ചോദിക്കാറുള്ളൂ. അപ്പോൾ എന്നാൽ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ന്യൂമറിക്കൽസ് വരാറുണ്ട്. മാത്രമല്ല നിങ്ങളെ ക്രിസ്മസ് എക്സാമിനായാലും നിങ്ങളെ മോഡൽ എക്സാമിനൊക്കെ ന്യൂമറിക്കൽസ് വന്നിട്ടുണ്ട്. അപ്പോൾ ന്യൂമറിക്കൽസ് സംഭവം ഈസിയാണ്. ഇക്വേഷൻ ഏതാ ഇട്ട് കൊടുക്കുക വേണ്ടോ, അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഇന്നത്തെ വീഡിയോ മാത്രം കണ്ടാൽ മതി. ഈ ഒരൊറ്റ വീഡിയോയിൽ പല ടൈപ്പ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മെയിൻലി സൊല്യൂഷൻ, ഇലക്ട്രോ കെമിസ്ട്രി, കെമിക്കൽ കൈനറ്റിക്സ്, ഇത് 3 എണ്ണത്തിൽ നിന്നാണ് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. അപ്പോൾ 2 മാർക്ക് 3 മാർക്ക് വെച്ച് നമുക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂമറിക്കൽസ് നോക്കാം. ഈ ഒരൊറ്റ വീഡിയോ കണ്ടാലും മതി, ഇതിലെല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂമറിക്കൽസും ഞാൻ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. എല്ലാവരും ടഫാണെന്ന് വിചാരിക്കേണ്ട, സംഭവം ഈസിയാണ്, വളരെ ഈസിയാണ് ന്യൂമറിക്കൽസ്. ഇക്വേഷൻ ചെയ്താൽ അവിടെ മാർക്കാണ്. അപ്പോൾ അത് കളയണ്ട നിങ്ങൾ, ആ ഒരു 2 മാർക്ക് 3 മാർക്ക് കളയണ്ട. നമുക്ക് നോക്കാം. എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ഫസ്റ്റ് ഓർഡർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ആദ്യം ശ്രദ്ധിക്കുക. ഈസ് ഫൗണ്ട് ടു ഹാവ് എ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ. കെയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ. ഇവിടെ നിങ്ങൾക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഒപ്പം പഠിക്കാം, പഠിക്കാത്തവരുണ്ടെങ്കിൽ ഒപ്പം പഠിക്കുക. അപ്പോൾ ന്യൂമറിക്കൽസ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസിലും അല്ലാതെ നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ അറിയണം. അപ്പോൾ ഒന്നാമത്തെ കാര്യം, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഫസ്റ്റ് ഓർഡറിൻ്റെ കെയുടെ സംഭവം നമുക്ക് തന്നിട്ടുണ്ട്. കെയുടെ വാല്യൂ എടുത്തെഴുതും. ഇങ്ങനെ എടുത്തെഴുതുമ്പോഴൊക്കെ നല്ലതാണ്. ചില ടീച്ചേഴ്സൊക്കെ സ്റ്റെപ്പിനൊക്കെ മാർക്ക് തരും. അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ കെ ഇതാണ്. അതിൻ്റെ യൂണിറ്റ് നോക്കി നിങ്ങൾ എസ് ഇൻവേഴ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ കെയുടെ യൂണിറ്റ് എസ് ഇൻവേഴ്സ്. ആ ഒരു പോയിന്റ് ഓർത്ത് വെച്ചോട്ടോ. ഇനി ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, ഇതിൻ്റെ ഹാഫ് ലൈഫ് ഓഫ് ദ റിയാക്ഷൻ ആണ്. ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. അറിയാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ പഠിക്കുക, ഇനി പഠിച്ചവരാണെങ്കിൽ റിവൈസ് ചെയ്യുക. ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ 0.693/k ആണ്. അപ്പോൾ 2 മാർക്കിൽ 1 മാർക്ക് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടി. ഇക്വേഷൻ എഴുതിയാൽ മാർക്കാണ്. അപ്പോൾ ഇത് 1 മാർക്കിന് വേറെയും ചോദിക്കാറുണ്ട്, ന്യൂമറിക്കൽസ് അല്ലാതെയും ചോദിക്കും. ഫസ്റ്റ് ഓർഡറിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ എന്താണ്? അപ്പോൾ ഇത് ബൈ ഹാർട്ട് ഇപ്പം തന്നെ പഠിച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. T½ = 0.693/k. സോ ഇതിൻ്റെ ആൻസർ എന്ത് വരും? T½ = 0.693/k. കെയുടെ വാല്യൂ ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 5.5 × 10⁻⁻⁴ എന്നാണ് തന്നിട്ടുള്ളത്. ഓക്കെ, ആ വാല്യൂ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. കാൽക്കുലേറ്റർ എടുത്തോളൂ, കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. 0.693/5.5 × 10. ഇതൊക്കെ ഒന്ന് ബ്രാക്കറ്റിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ ഏതാ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 2 മാർക്കിൽ 1.5 മാർക്ക് നിങ്ങൾക്ക് വീണു. ഇക്വേഷനും ഇട്ട് കൊടുത്താലും മതി. ഇക്വേഷൻ ഏതാ കെയുടെ വാല്യൂ ഇട്ട് കൊടുക്കുക. അപ്പോൾ ആ ഒരു 1.5 മാർക്ക് എന്തിനാ കാണുന്ന സംഭവം വളരെ ഈസി അല്ലേ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ. ഫസ്റ്റ് ഓർഡറിൻ്റെ T½ ഇക്വേഷൻ 0.693/k ആണ്. അടുത്തത്, റൈറ്റ് യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഇതൊരു 1 മാർക്കിന് മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കുന്നതാണ്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എഴുതാനുള്ളൊരു ഭാഗം മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിലും മാറി മാറി ചോദിക്കുന്ന ഒന്നാണ്. അത് ആക്ച്വലി സിമ്പിളാണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കാമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്, യൂണിറ്റ് എഴുതാനാണ്. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ എന്ന് പറഞ്ഞാൽ കെയുടെ യൂണിറ്റ് എന്താണ്? സെക്കൻഡ് ഓർഡർ. ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ 1 യൂണിറ്റ് ആണ്, 0 ഓർഡർ ആണെങ്കിൽ വേറെ യൂണിറ്റ് ആണ്. അപ്പോൾ ഓരോ ഓർഡറിനെ ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ. അപ്പോൾ ഏത് വന്നാലും യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ശ്രദ്ധിക്കണേ. നിങ്ങൾക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് നന്നായി ശ്രദ്ധിക്കുക, ഫോക്കസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക. റേറ്റ് കോൺസ്റ്റൻറ്റ് കെ.
കെയുടെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞു വെച്ചാൽ മതി. അത് ഇതാണ്: മോൾ റേസ് ടു 1 - n, എൽ റേസ് ടു തിരിച്ചിടുക n-1, എസ് റേസ് ടു -1. ഈ ഒരൊറ്റ ഇക്വേഷൻ അറിഞ്ഞിരിക്കുക. മോള് എൽ എസ്, മോളിൽ 1 - n. ഓക്കെ, മോളിൻ്റെ മുകളിൽ 1 - n. അപ്പോൾ എല്ലിൻ്റെ മുകളിൽ തിരിച്ചിടുക n-1, എസിൻ്റെ മുകളിൽ -1. ഇനി ഇവിടെ ആരെ ചോദിച്ചിട്ടുള്ളത്? സെക്കൻഡ് ഓർഡറിൻ്റെയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ. സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഓർഡറിൻ്റെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്നിന് എന്തിട്ട് കൊടുക്കുക? സെക്കൻഡ് അല്ല, അപ്പോൾ 2 ഇട്ട് കൊടുക്കുക. സോ മോൾ റേസ് ടു 1 - എന്നിൻ്റെ അവിടെ 2, ഇവിടെ എൽ റേസ് ടു എന്നിൻ്റെ അവിടെ 2, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കണ്ടോ? അപ്പോൾ ഇതെന്താവും? 1 - 2 എന്താ? -1 ആണ്. അപ്പോൾ മോൾ റേസ് ടു -1. ഇനി എൽ റേസ് ടു 2 - 1 എന്താ? 1, എസ് റേസ് ടു -1. ഇതാണ് യൂണിറ്റ് ഓഫ് സെക്കൻഡ് ഓർഡർ. അപ്പോൾ സെക്കൻഡ് ഓർഡറിനെ ചോദിച്ചാൽ ഈ ഒരൊറ്റ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിക്കുക. എന്നിന് 2 ഇട്ട് കൊടുത്താൽ സെക്കൻഡ് ഓർഡറിൻ്റെ യൂണിറ്റായി. അപ്പോൾ സെക്കൻഡ് ഓർഡറിൻ്റെ മോൾ റേസ് ടു -1, എൽ റേസ് ടു 1, എസ് റേസ് ടു -1 ആണ്. അപ്പോൾ ഏത് വന്നാലും ഇരട്ട ഇക്വേഷൻ പഠിച്ചാൽ മതി, അതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഓർഡർ വന്നു, റൈറ്റ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. കെയുടെ യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു, ഫസ്റ്റ് ഓർഡർ എന്നാണ്. അപ്പോൾ നമ്മൾ അപ്പോൾ തന്നെ ആ ഇക്വേഷൻ എഴുതുക: 1 - n, n-1, എസ് റേസ് ടു -1. ഫസ്റ്റ് ഓർഡർ എന്നാണ് ചോദിച്ചെന്ന് വിചാരിക്കുക. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, ആ ഫസ്റ്റ് ഓർഡറിൻ്റെ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ്. ഓക്കെ, കെയുടെ യൂണിറ്റ് ചോദിച്ചാൽ ഇത് എഴുതി. എന്നിനൊക്കെ ഫസ്റ്റ് ഓർഡർ അല്ലേ, അപ്പോൾ എന്നിനൊക്കെ 1 ഇട്ട് കൊടുക്കാം. മോൾ റേസ് ടു 1 - എന്നിൻ്റെ അവിടെ ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട് 1, എൽ റേസ് ടു എന്നിൻ്റെ അവിടെ 1, എസ് റേസ് ടു ഇത് വരും. അപ്പോൾ 1 - 1 എന്താ? 0. ഇതും എന്താ? 0. സോ ഇവരൊക്കെ പോയിട്ട് എസ് ഇൻവേഴ്സ് എന്ന് വരും. കണ്ടോ? അപ്പോൾ ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റ് എസ് ഇൻവേഴ്സ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഫസ്റ്റ് ഓർഡറിൻ്റെ കെയുടെ യൂണിറ്റ് എസ് ഇൻവേഴ്സ് എന്ന് മാത്രം വന്നിട്ടുള്ളത്. ചോദ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ചോദ്യം ഇതാണ്: കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.05 മോൾ പെർ ലിറ്റർ NaOH. അപ്പോൾ ഇവിടെ കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി എന്നാണ് ചോദ്യം. മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ? λm ആണ്. പഠിക്കുക, മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണം. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷൻ എന്താണ്? നേരത്തെ നമ്മൾ പഠിച്ചത് കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ചോദ്യമാണ്. കെമിക്കൽ കൈനറ്റിക്സ്, ഇത് ഇലക്ട്രോ കെമിസ്ട്രി ആണ്. സോ ചോദിച്ചിട്ടുള്ളത് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനാണ്. അപ്പോൾ അതിനൊരു ഇക്വേഷൻ ഉണ്ട്: K × 1000 by capital M. പഠിച്ചു വയ്ക്കുക, ഇപ്പം തന്നെ പഠിക്കുക. മോളാർ കണ്ടക്ടിവിറ്റി ഇക്വേഷൻ കാപ്പ എന്നാണ് പറയുക. K × 1000 by M. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് 0.05 മോൾ പെർ ലിറ്റർ NaOH സൊല്യൂഷൻ. ഈ തന്നിട്ടുള്ളത് ഈ 0.05 മോൾ പെർ ലിറ്റർ എന്ന് ഈ തന്നിരിക്കുന്ന ഈ വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ക്യാപിറ്റൽ M ആണ്. ഈ തന്നിരിക്കുന്ന ആൾ ക്യാപിറ്റൽ. അപ്പോൾ നമുക്കിത് സൈഡിൽ എഴുതാം. ക്യാപിറ്റൽ M ആണ്. 0.05 മോൾ പെർ ലിറ്റർ. മോൾ പെർ ലിറ്റർ എന്ന് വന്നാൽ അത് ക്യാപിറ്റൽ ലെറ്റർ M ആണെന്ന് അറിഞ്ഞിരിക്കുക. ഹൂസ് കണ്ടക്ടിവിറ്റി ഈസ്, കണ്ടക്ടിവിറ്റിയാണ് ഈ K. കണ്ടക്ടിവിറ്റി വന്നിട്ടുണ്ട് 0.01148. കണ്ടോ? അപ്പോൾ കെയും തന്നിട്ടുണ്ട്, എമ്മും തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇവിടുത്തെ ചോദ്യം കാൽക്കുലേറ്റ് മോളാർ കണ്ടക്ടിവിറ്റി ആണ്. ഇതാണ് മോളാർ കണ്ടക്ടിവിറ്റി. എന്താ ഇക്വേഷൻ? കെ എന്ന് പറഞ്ഞാൽ കാപ്പ. കണ്ടക്ടിവിറ്റി എത്ര? 0.01148 ഇൻറ്റു 1000 ചെയ്യണം ബൈ ക്യാപിറ്റൽ എം തന്നിട്ടുണ്ട് 0.05. അപ്പോൾ ഇക്വേഷൻ എഴുതി. ഇതാണ് ഇക്വേഷൻ. മറക്കരുത്. ലാംഡ എം ചോദിച്ചാൽ താഴെ എം ഉണ്ട്, മുകളിൽ K 1000. ഇത് ചെയ്താൽ മതി. ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക. ഇത് വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. ഓൾമോസ്റ്റ് കിട്ടുക 229.6 എന്നാണ് ഏകദേശം നമുക്ക് വാല്യൂ കിട്ടുക. ഇതിൻ്റെ യൂണിറ്റും കൂടി എഴുതി വെച്ചോളൂ. സോ മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് കേട്ടോ. എസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ് ഇതിൻ്റെ യൂണിറ്റ്. മോളാർ കണ്ടക്ടിവിറ്റിയുടെ നന്നായി പഠിക്കുക. അതാണ് ആ ഒരു ചോദ്യം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം.
അടുത്ത ചോദ്യം ഇതാണ്, എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്, ഹാസ് എ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ. ഇതാ റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് പറഞ്ഞാൽ അത് കെ ആണ്. ഓക്കെ, നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു റേറ്റ് കോൺസ്റ്റൻറ്റ് കെ. ഹൗ ലോങ് എന്ന് പറഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? ടൈമാണ് കണ്ടുപിടിക്കേണ്ടത്. ഹൗ ലോങ്, എത്ര സമയം എടുക്കും? വിൽ ഇറ്റ് ടേക്ക് ഫോർ 5 gram ഓഫ് റിയാക്റ്റൻ ടു ഡിക്രീസ് ടു 3 gram. 5 gram 3 gram ആവണം എന്ന് അവർ പറയണേ. അതായത് 5 gram ആയിരുന്നു എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ 5 ആയിരുന്നു. അതെന്താവണം? ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ 3 ആവണം. കണ്ടോ, ഇത്രയും സംഭവം തന്നിട്ടുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് കെ തന്നു, 5 3 ആവണം. 5 3 ആവണം എടുക്കുന്ന സമയം. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ആണ് R0, ഇപ്പോഴത്തെ കോൺസെൻട്രേഷൻ ആണ് R. അപ്പോൾ കെ തന്നു, R0 തന്നു, R തന്നു. ചോദ്യം എന്താ? ഹൗ ലോങ്, എത്ര ടൈം എടുക്കും, ഇതാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഹാഫ് ലൈഫ് ഒന്നുമല്ല ചോദ്യം. ഹാഫ് ലൈഫ് ആണെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാമായിരുന്നു അല്ലേ, T12 = 0.693/K. ഇവിടെ അങ്ങനെയല്ല, ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ്റെ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനാണ് നമുക്ക് ഇവിടെ ആവശ്യം. ഇത് നമുക്ക് 1 മാർക്കിന് ചോദിക്കാം. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അതിതാണ് K = 2.303/T log R0/R. അപ്പോൾ രണ്ടെണ്ണം നിങ്ങൾ പഠിച്ചല്ലോ. ഒരു ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണെങ്കിൽ അതിൻ്റെ ഹാഫ് ലൈഫിൻ്റെ ഇക്വേഷൻ പഠിച്ചല്ലോ, 0.693/K. ഓക്കെ, പിന്നെ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇക്വേഷൻ ഓർമ്മ ഉണ്ടല്ലോ. ഇപ്പോൾ ഇതാ ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഓഫ് ഫസ്റ്റ് ഓർഡർ ഇതാണ്. ഇത് വേറെ സെപ്പറേറ്റും 1 മാർക്കിന് ചോദിക്കാം. പഠിച്ചിട്ടുള്ളവർക്കൊക്കെ ഓർമ്മ ഉണ്ടാവും. പഠിക്കാത്തവർ ഇപ്പോൾ പഠിക്കുക, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഹൗ ലോങ്, ടി ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടീന് ഇപ്പുറത്തേക്ക് തട്ടുക, കേനെ താഴത്തേക്കും തട്ടുക. നമ്മുടെ ചോദ്യത്തിൽ ഹൗ ലോങ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ ചോദ്യം എങ്ങനെ, ഹൗ ലോങ് വിൽ ഇറ്റ് ടേക്ക് എന്നാ, എത്ര സമയം എടുക്കും. അപ്പോൾ ടീയെ കണ്ടുപിടിക്കേണ്ടത്, ടീന് ഇങ്ങോട്ട് തട്ടുക, കേനെ താഴത്തേക്ക് തട്ടുക, ലോഗ് R0/R ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? 2.303. കെയുടെ വാല്യൂ തന്നവർ 1.15 × 10⁻³ ഇനി ലോഗ് R0 തുടക്കത്തിൽ ഉണ്ടായിരുന്നത് 5 ആണ്, പിന്നെ അത് 3 ആയി എന്ന് പറഞ്ഞു. അതാ കെയുടെ വാല്യൂ R0 ഒക്കെ നമ്മളിതാ ഇവിടെ ഇട്ട് കൊടുത്തു. ഇത് നമുക്ക് ചെയ്യാം. ഇതെങ്ങനെ ചെയ്യാം? ലോഗ് 5/3 ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്താൽ കിട്ടും. അല്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യാം, T = 2.303 1.15 അതൊക്കെ അതുപോലെ തന്നെ ഇട്ടോ. ഇത് രണ്ടും അതുപോലെ തന്നെ ഇട്ടോ. ഇവിടെ ചെയ്യാം ലോഗ് 5/3. നിങ്ങൾ ജസ്റ്റ് 5/3 ആദ്യം കാൽക്കുലേറ്ററിൽ ചെയ്യാം. കാൽക്കുലേറ്ററിൽ 5/3 എന്താ നോക്കാം. 5/3 എന്ന് പറഞ്ഞാൽ 1.667 ആണ്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ 2.303 ഇതും കൂടി ഡിവൈഡ് ചെയ്യാം, കാൽക്കുലേറ്ററിൽ ചെയ്താൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2.303 1.15 ചെയ്താൽ മതി. ഇതും ചെയ്താൽ മതി. 10⁻⁴ അവിടെ നിൽക്കട്ടെ. ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ ആൻസർ കിട്ടണമെന്ന് നോക്കുക. അപ്പോൾ ഓൾമോസ്റ്റ് 2 എന്ന് വരും ആൻസർ. 2 ഇത് രണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ. അപ്പോൾ 10⁻³ മുകളിലേക്ക് ഇട്ടിട്ട് 10⁻³ എന്നാക്കുക. ഇനി ഇത് ലോഗ് കാൽക്കുലേറ്ററിൽ ഇടാം. കാൽക്കുലേറ്ററിൽ ലോഗിൻ്റെ ബട്ടൺ ഉണ്ട്. ലോഗ് ഇതിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കാം. ലോഗ് 1.667 ചെയ്താൽ നിങ്ങൾക്ക് 0.2219 വരും. ഇതൊക്കെ നിങ്ങൾ ഇത്രയെങ്കിലും എഴുതിയ മാർക്കാണ്. ഇക്വേഷൻ എഴുതി, ഇട്ട് കൊടുത്തു, 5/3 ആൻസർ എഴുതി, ഇത് ഡിവൈഡ് ചെയ്തു, ഇതൊക്കെ ചെയ്താൽ എൻ്റെ മാർക്കാണ് നിങ്ങൾക്ക്. പിന്നെ ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 4 എന്ന് വരും. അത്രയും സെക്കൻഡ് ടൈം ആയതുകൊണ്ട് അത്രയും സെക്കൻഡ് എന്ന് എഴുതിയാൽ സംഭവം കഴിഞ്ഞു. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു, ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഹാഫ് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടാണ് കൂടുതൽ ന്യൂമറിക്കൽസ് ചോദിക്കുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ, എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ, വീണ്ടും ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഈസ് 90% കംപ്ലീറ്റഡ്. അപ്പോൾ മൊത്തത്തിൽ 100% ആണ് നമ്മൾ ടോട്ടൽ എടുക്കുക. അതായത് 90% കഴിഞ്ഞു. അപ്പോൾ തുടക്കത്തിൽ എത്രയായിരിക്കും? 100. ഇങ്ങനത്തെ ചോദ്യമൊക്കെ പറയുമ്പോൾ R0 100 എടുക്കണം. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ തുടക്കത്തിൽ 100 എടുക്കണം. ഇപ്പം എന്തായി മാറി? 90% കംപ്ലീറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ബാക്കി എത്ര ഉണ്ട്? 10 ആണുള്ളത്. അങ്ങനെ എടുക്കണം. 90 അല്ല എടുക്കുക.
100% ആണ് മൊത്തത്തിലുള്ളത്. അതിൽ 90% കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ തുടക്കം 100 ഇനി ബാക്കി 10 അതാണ് R0 100 R 10 90% കഴിഞ്ഞു. ഇൻ 20 സെക്കൻഡ്. അപ്പോൾ ടൈം നമുക്ക് തന്നിട്ടുണ്ട്, ടിയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 20 സെക്കൻഡിലാണ് കഴിഞ്ഞിട്ടുള്ളത്. ശരി, ഫൈൻഡ് ദ റേറ്റ് കോൺസ്റ്റൻറ്റ് ഹാഫ് ലൈഫ്. രണ്ടും കണ്ടുപിടിക്കാനാണ്. നമുക്കറിയാം അല്ലേ, നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. നമ്മളിപ്പോൾ എങ്ങനെയാണ് ചെയ്തത് അതേപോലെ ഈ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. റേറ്റ് കോൺസ്റ്റൻറ്റ് കാണാൻ ഇക്വേഷൻ ഇപ്പോൾ പഠിച്ചില്ല എല്ലാവരും. K ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റൻറ്റ് ഇതാണ് 2.303 ബൈ ടി ലോഗ് R0. ഇക്വേഷൻ എഴുതിയാൽ അപ്പോൾ അവിടെ മാർക്ക് വീണു. K ആണ് കണ്ടുപിടിക്കേണ്ടത്. റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് K. സോ 2.303. ടൈമൊക്കെ ഇട്ട് കൊടുക്കാം. ടൈം 20 സെക്കൻഡ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ 20 ലോഗ് R0 എന്ന് പറഞ്ഞാൽ 100 ആണ് തുടക്കത്തിൽ. ഇപ്പം അത് 90% കഴിഞ്ഞു, ബാക്കി 10 ഉള്ളൂ. 100ൽ 90 കഴിഞ്ഞാൽ ബാക്കി 10. ഇത് നമ്മൾ ചെയ്താൽ മതി. K ഈക്വൽ ടു 2.303യും 20യും തമ്മിൽ ഡിവൈഡ് ചെയ്യുക. എന്താണ് ആൻസർ എന്ന് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് ലോഗ് 10ൻ്റെ വാല്യൂ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. 1 എന്നാണ് ആൻസർ വരിക. രണ്ടും കൂടെ എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളിത് ഓരോ പീസായിട്ട് ഒറ്റയടിക്ക് അങ്ങോട്ട് കാൽക്കുലേറ്ററിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഫുള്ള് എല്ലാം കൂടി നിങ്ങൾക്ക് തെറ്റും. അപ്പോൾ ഓരോരോ പീസായിട്ട് ഓരോന്ന് ഇട്ട് കൊടുക്കുക. ബ്രാക്കറ്റൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാൽക്കുലേറ്ററിൽ ചെയ്യുന്നവർ 2.303 എന്താണോ അത് ഡിവൈഡഡ് ബൈ 20 ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടും ഏകദേശം വരിക 0.11515 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതേ ഇൻറ്റു ലോഗ് 10 0 ഇതൊക്കെ പോയി ലോഗ് 10ൻ്റെ വാല്യൂ കാൽക്കുലേറ്ററിൽ കുത്തുക, ആൻസർ കിട്ടും കെയുടെ വാല്യൂ. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കിട്ടും, കെയുടെ വാല്യൂ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, ഇനി എന്താണ് ഇപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ കിട്ടി. അതൊരു 2 മാർക്ക് 3 മാർക്കും ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പോൾ ഇത് ലോഗ് 10 നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ ജസ്റ്റ് നോക്കി വെക്കുക, ഇപ്പോഴേ നോക്കി വെക്കുക. ലോഗിൻ്റെ ബട്ടൺ എവിടെയാണ്, ലോഗ് എന്താണ്, ലോഗ് ഇതൊക്കെ ഒന്ന് അടിച്ച് നോക്കുക നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്നുള്ളത്. ഇനി ഫുള്ളായി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ ഇക്വേഷൻ എഴുതി അതിൽ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലും നിങ്ങൾക്ക് മാർക്കാണ്. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തു. ലോഗ് 10 ശരിക്കും 1 ആണ്, നോക്കി നോക്കുക. അപ്പോൾ ആൻസർ കിട്ടും 0.11515. അത്രയും കെയുടെ ഇത്രയും കിട്ടി. കെയുടെ യൂണിറ്റ് എന്താ, ഫസ്റ്റ് ഓർഡർ ആണെങ്കിൽ എന്താ യൂണിറ്റ് നേരത്തെ പറഞ്ഞു, എസ് ഇൻവേഴ്സ് അല്ലേ. ബൈ ഹാർട്ട് പഠിക്കണമെന്നില്ല, ഇതിലിട്ട് കൊടുത്താൽ നമുക്ക് കിട്ടും. ഫസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്നിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ എസ് ഇൻവേഴ്സ് എന്ന് കിട്ടി. അപ്പോൾ കെ കിട്ടി, റേറ്റ് കോൺസ്റ്റൻറ്റ് കിട്ടി. ഇനി എന്താ അതിൽ ഹാഫ് ലൈഫും കൂടി കാണാനുണ്ട്. ഹാഫ് ലൈഫ് കാണാനുള്ള ഇക്വേഷൻ പഠിച്ചില്ല എല്ലാവരും. 0. ഇത് ഫസ്റ്റ് ഓർഡർ ആണ് കേട്ടോ എല്ലാതും. ടി ഹാഫ് ലൈഫ് ഈക്വൽ ടു 0.693 ബൈ കെ ഡിവൈഡ് ചെയ്താൽ മതി. 0.693 കെ നമുക്കിപ്പോൾ കിട്ടിയതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഒരൊറ്റ ചോദ്യമാണ്, രണ്ടും കൂടി ഡിവൈഡ് ചെയ്താൽ ടി ഹാഫ് അത്രയും സെക്കൻഡ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അതാണ് ആ ഒരു ചോദ്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കെമിക്കൽ കൈനറ്റിക്സിന് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അടുത്ത ചോദ്യം നോക്കാം. കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ. കണ്ടില്ലേ, കാൽക്കുലേറ്റ് ഓസ്മോട്ടിക് പ്രഷർ ഓഫ് 0.1 m ഗ്ലൂക്കോസ് സൊല്യൂഷൻ അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ്. ഇതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ചോദ്യങ്ങൾ പലതവണ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത് തന്നെയാണ്. ഒന്ന് നോക്കി നോക്കണം എല്ലാവരും. ഓസ്മോട്ടിക് പ്രഷറിനൊരു ഇക്വേഷൻ ഉണ്ട്. ഓസ്മോട്ടിക് പ്രഷറാണ് കണ്ടുപിടിക്കേണ്ടത്. ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറഞ്ഞാൽ അത് പൈയാണ്, അത് CRT ആണ്. അറിഞ്ഞിരിക്കുക, ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ പൈ ഈക്വൽ ടു CRT ഓഫ് 0.1 m ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ ഈ 0.1 m എന്ന് പറഞ്ഞാൽ അത് C ആണ്, കോൺസെൻട്രേഷനാണ്. അറ്റ് 27 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 27 ഡിഗ്രി എന്ന് പറയുന്നത് ടെമ്പറേച്ചറാണ്. ആറിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 0.082. എല്ലാം നമുക്കിവിടെ തന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ പൈ ഇസ് ഈക്വൽ ടു C എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ എത്രയാണ്, 0.1 m എന്നാണ് തന്നിട്ടുള്ളത്. അതിട്ട് കൊടുത്തു. ഇനി എന്താ തന്നിട്ടുള്ളത്, ടെമ്പറേച്ചർ 27 നമ്മൾ ഡിഗ്രി സെൽഷ്യസിൽ ചെയ്യരുത്, കെൽവിനിലേക്ക് ആക്കുക, 273 കൂട്ടണം. ഡിഗ്രി സെൽഷ്യസിലാണെങ്കിൽ 273 കൂട്ടുക, അപ്പോൾ 300 ആണ് നമ്മുടെ ടെമ്പറേച്ചർ. അപ്പോൾ C ഇട്ട് കൊടുത്തു 0.1, ടെമ്പറേച്ചർ ഇട്ട് കൊടുത്തു 300. ഇനി R ഇട്ട് കൊടുക്കുക 0.082. എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. പൈ കാണാൻ 0.1 ഇൻറ്റു
300 ആണ് ടെമ്പറേച്ചർ, ആറിൻ്റെ വാല്യൂ. ഈ എല്ലാ വാല്യൂസും അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ പൈയുടെ വാല്യൂ. പൈ ആണ് ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ ഇത് പഠിച്ചു വെച്ചോ. ഓസ്മോട്ടിക് പ്രഷറിൻ്റെ ഇക്വേഷൻ പൈ ഈക്വൽ ടു CRT. ഈ ഓസ്മോട്ടിക് പ്രഷർ എന്താ, റിവേഴ്സ് ഓസ്മോസിസ് എന്താ, അതൊക്കെ നോക്കി വെക്കണം കേട്ടോ. അതൊക്കെ തിയറി സെക്ഷനാണ്, അതൊക്കെ നോക്കുക. പഠിച്ചു കഴിയാത്തവരുണ്ടെങ്കിൽ അത് നോക്കിക്കോളൂ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. റേറ്റ് എക്സ്പ്രഷൻ ഫോർ ഒരു റേറ്റ് തന്നിട്ടുണ്ട്, ഏതോ ഒരാളുടെ റേറ്റ് തന്നിട്ടുണ്ട്. റേറ്റ് ഈക്വൽ ടു K കോൺസെൻട്രേഷൻ ഓഫ് A എന്നൊക്കെ തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഓവറോൾ ഓർഡർ. എങ്ങനെ നമുക്ക് ഓർഡർ ഓഫ് എ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുക? ഇതിൻ്റെ ഓർഡർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ രണ്ടും കൂടി പ്ലസ് ചെയ്യുക. മുകളിലുള്ള 1/2ഉം 3/2 കൂടി കൂട്ടിയാൽ മതി. അപ്പോൾ 4/2 2. ഓർഡർ സെക്കൻഡ് ഓർഡർ ആണ്. കണ്ടോ, യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതെന്ത് ഓർഡറാണ്? സെക്കൻഡ് ഓർഡർ ആണെന്ന് മനസ്സിലായി. ഇതൊരു സെക്കൻഡ് ഓർഡർ റിയാക്ഷനാണ്. അതിൻ്റെ എന്താ ചോദിച്ചിട്ടുള്ളത്? യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ്, കെയുടെ യൂണിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ ഭാഗമാണ്, സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റൻറ്റ് ഇതിലിട്ട് കൊടുക്കുക. എന്നിന് 2 ഇട്ട് കൊടുത്താൽ മതി, സംഭവം കിട്ടും. നേരത്തെ പറഞ്ഞ അതേ ചോദ്യമാണ് കേട്ടോ. ഇനി എന്താണ് അടുത്ത ചോദ്യം? ഇതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്ന ചോദ്യമാണ്. ഈ ടൈപ്പൊക്കെ തന്നെ പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളൂ. ഇതിനേക്കാൾ ഭയങ്കര ടഫായിട്ടുള്ള ചോദ്യമൊന്നും അങ്ങനെ വരാറില്ല. അടുത്ത ക്വസ്റ്റ്യൻ, റെപ്രസെൻറ്റ് ദ സെൽ ഇൻ വിച്ച് ഫോളോയിങ് റിയാക്ഷൻ ടേക്ക് പ്ലേസ്. ഇതാണ് നമ്മുടെ റിയാക്ഷൻ. ഇതൊന്ന് റെപ്രസെൻറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇ സെൽ. ഈ സെല്ല് കണ്ടുപിടിക്കാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിതൊന്നുകൂടി ഇവിടെ എഴുതിത്തരാം. ഇവർ തന്നിട്ടുള്ളത് മെഗ്നീഷ്യം സോളിഡാണ്. 2Ag+ ഉണ്ട്. അതിൻ്റെ ബ്രാക്കറ്റിൽ 0.001 m. അതിൻ്റെ കോൺസെൻട്രേഷനാണ്, ഇതിൻ്റെ അളവാണ് തന്നിട്ടുള്ളത്. പിന്നെ Mg2+ൻ്റെ തന്നിട്ടുണ്ട് 0.130 m. ഇവിടെ 2Ag അതും സോളിഡാണ്. ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റെപ്രസെൻറ്റ് ചെയ്യുക, ഈ റിയാക്ഷനെ റെപ്രസെൻറ്റ് ഇൻ ദ സെൽ. ഇതൊരു ഇ സെല്ല് വെച്ച് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. എങ്ങനെയാണ് എഴുതാന്ന് അറിയോ? ഇ സെൽ ഇസ് ഈക്വൽ ടു E0 സെൽ മൈനസ് നോൺ സ്റ്റിക്കേഷൻ വെച്ചിട്ടാണ് ഇത് എഴുതണത്. ഇതാണ് നോൺ സ്റ്റിക്കേഷൻ. ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n ലോഗ്. ഇങ്ങനെയാണ് നോൺ സ്റ്റിക്കേഷൻ വരിക. ഇ സെൽ ഈക്വൽ ടു E0 സെൽ മൈനസ് 0.0591/n ലോഗ് എന്ന് എഴുതിയിട്ട് മുകളിൽ എഴുതേണ്ടത് ഇതാ, മെഗ്നീഷ്യം 0 എന്നുള്ളത് 2+ ആയി. അപ്പോൾ 2+ ആയി അല്ലേ? അപ്പോൾ അതിന് നമ്മൾ മുകളിൽ എഴുതുക. 0 എന്നായിരുന്നു, മെഗ്നീഷ്യം വെറുതെ നിൽക്കുകയാണ്, അത് 2+ ആയി എന്ന് പറഞ്ഞാൽ 2 ആൾക്കാരെ കൊടുത്തു. അപ്പോൾ കൊടുത്ത ആളെ മുകളിൽ Ag+ പോയി, അതിന് നമ്മൾ താഴെയും കൊടുക്കുക. Ag+ ഈ 2 എന്നുള്ളത് ഇവിടെ കൊടുക്കുക. കണ്ടോ? അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്? മെഗ്നീഷ്യം 2+ ആയി. അപ്പോൾ അത് എഴുതി കോൺസെൻട്രേഷൻ ഓഫ് Mg2+ എന്ന് കൊടുക്കുക. ഇനി എന്ത് ചെയ്യണം? Ag+, ഈ പ്ലസ്സുകൾ മാത്രമേ എടുക്കേണ്ടുള്ളൂ. മെഗ്നീഷ്യം 2+ ഇവിടെ, Ag+ 2 ഉണ്ട്. അപ്പോൾ Ag+2 ഇങ്ങനെ എഴുതുക. ഇതാണ് റെപ്രസെൻറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യുക. ഇനി ഇതൊക്കെ ഇട്ട് കൊടുത്താൽ നമുക്ക് വാല്യൂ കിട്ടും. ഇനി കാൽക്കുലേറ്റ് ഇറ്റ്സ് ഇ സെൽ. ഈ സെല്ല് കണ്ടുപിടിക്കുക. E0 സെല്ല് തന്നിട്ടുണ്ട് 0.17. 3 മാർക്കിൻ്റെ ചോദ്യം. ഇട്ട് കൊടുത്താൽ മാത്രം മതി. ഈ സെൽ ഈക്വൽ ടു E0 സെല്ല് ഇവിടെ തന്നിട്ടുണ്ടായിരുന്നു 3.17. ഇനി 0.0591 n. എന്നിൻ്റെ വാല്യൂ ഇവിടെ എന്തായിരിക്കും? എത്ര ഇലക്ട്രോൺസ് ആണ് കൊടുത്തത്? 2 എണ്ണമാണ്. അപ്പോൾ എന്നിൻ്റെ വാല്യൂ 2. എന്നിട്ട് ലോഗ് ഈ അളവ് നമുക്ക് തന്നിട്ടുണ്ട്. Mg2+ൻ്റെയും ഇതിൻ്റെ ഒക്കെ അളവ് തന്നിട്ട് ഇട്ട് കൊടുക്കാം. Mg2+ എത്ര തന്നിട്ടുള്ളത്? 0.130. അങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ കൊടുത്തു. Ag+ൻ്റെത് 0.001. അതിന് ഇപ്പുറത്ത് 2 ഉണ്ട്, അതിവിടെ മുകളിലും കൊടുക്കണം. ഇത് കണ്ടുപിടിച്ചാൽ ഇതിൻ്റെ ആൻസറായി. അപ്പോൾ ഇത് നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? ആദ്യം ഇത് ചെയ്യാം അല്ലേ? 0.059/2 എന്താണെന്ന് നോക്കാം. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാം. ആദ്യം നിങ്ങൾക്ക് ഇത് ഡിവൈഡ് ചെയ്യാം. 0.130 എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ സ്ക്വയർ കാണാം. അപ്പോൾ ആദ്യം ഇത് ചെയ്തോ. ആദ്യം ഇതിൻ്റെ സ്ക്വയർ കണ്ടോ? 0.001 സ്ക്വയർ എന്താണെന്ന് നോക്കുക. ഇതും കൂടി ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ആൻസർ അവിടെ വയ്ക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി ഡിവൈഡ് ചെയ്യാം. അതിൻ്റെ ആൻസർ. അപ്പോൾ ഇതിൻ്റെ ആൻസറും ഇതിൻ്റെ ആൻസറും കൂടി ഇൻറ്റു ചെയ്യാം. ലോഗ് ഈ ഇവിടെ കിട്ടിയ എന്താണോ അതിൻ്റെ ലോഗ് കാണാം. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യാം. 3.17 മൈനസ് ചെയ്യുക. നമുക്ക് ഓൾമോസ്റ്റ് വരെ 2.96 വോൾട്ടേജ് എന്നാണ്. ചെയ്ത് നോക്കുക.
ഇനി പറ്റാത്തവർ ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത്രയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ചെയ്യാം, മാർക്ക് വീഴും. പറ്റുന്നവരൊക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യാലോ, കാൽക്കുലേറ്റർ എടുത്താൽ മതി. എന്നിട്ട് കാൽക്കുലേറ്ററിൽ എടുത്തിട്ട്, കാൽക്കുലേറ്ററൊക്കെ എല്ലാവരും കയ്യിൽ വെക്കുന്ന ഒന്നല്ലേ, ഓരോന്നായിട്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യുക, ഫസ്റ്റ് ഓരോ പീസ് ചെയ്യുക. അപ്പോൾ അത്രയും സ്റ്റെപ്പിനുള്ള മാർക്ക് നിങ്ങൾക്ക് വീഴും. 5/9/2 എന്താണെന്ന് നോക്കുക. അപ്പോൾ 0. ഇതിൻ്റെ ആൻസർ വരിക 3.17 എഴുതിക്കോ. ആദ്യം ഇത് ചെയ്തു, ഞാൻ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടും 0.02955 എന്ന് വരും. പിന്നെ ലോഗ് എന്ന് എഴുതിക്കോ. എന്നിട്ട് ഇവിടെ ചെയ്തോ, ഇതിൻ്റെ സ്ക്വയർ കണ്ടിട്ട് ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്തോ. അതിൻ്റെ ആൻസർ ഇവിടെ എഴുതാം. മനസ്സിലായോ? അപ്പോൾ അതിൻ്റെ ആൻസർ എഴുതാം. എന്നിട്ട് ലോഗ് ഇത് കാണുക, രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക, ഇതിൽ നിന്ന് കുറയ്ക്കുക. അങ്ങനെ ഓരോ പീസായിട്ട് വേണം ചെയ്യാനായിട്ട് കേട്ടോ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ലാംഡ നോട്ട് ടെം ഫോർ NaCl, HCl, CH3, COO, NaR. 3 ആൾക്കാരുടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, ലാംഡ നോട്ട് ടെം ഓഫ് ആദ്യം NaCl തന്നു, അത് എഴുതാം. ഓർഡർ പ്രകാരം എഴുതാം 126.4. പിന്നെ HClൻ്റെ ആണ് ലാംഡ നോട്ട് ടെം ഓഫ് HCl, അത് 425.9 ആണ്. പിന്നെ CH3 COO Na ആണ്. ഇതൊക്കെ ഒന്ന് ബ്രാക്കറ്റിൽ എഴുതുക. 3 ആൾക്കാർ അവരുടെയൊക്കെ ലാംഡ നോട്ട് ടെം ഇങ്ങനെ എടുത്ത് എഴുതുക. ഇനി എന്താ ചോദ്യം? കാൽക്കുലേറ്റ് ലാംഡ നോട്ട് ടെം ഫോർ CH3 COOH. ഇത് കോൾ റാഷസിലോ പ്രകാരമാണ് നമ്മൾ എഴുതുന്നത്. കോൾ റാഷസിലോ പഠിക്കണം, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. അപ്പോൾ ഇതിനെന്താ കണ്ടുപിടിക്കേണ്ടത്? CH3 COOHൻ്റെ കണ്ടുപിടിക്കാൻ. അപ്പോൾ ലാംഡ നോട്ട് ടെം ഓഫ് CH3 COOH കാണാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയാണ് ആലോചിക്കേണ്ടുള്ളൂ. CH3 COOHൻ്റെ ചോദിച്ചാൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ കയ്യിൽ CH3 COO Na ഉണ്ട്. അപ്പോൾ അത് ആദ്യം എടുക്കുക. CH3 COO Na ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളിനി Na വേണ്ട, നമുക്കിവിടെ H വേണ്ടത്. കണ്ടോ, CH3 COO വന്നു, വന്നു. ഇനി ഇവിടെ H വരണ്ടേ, പക്ഷെ ഇവിടെ നമ്മളെ കയ്യിൽ Na ആണ്. അപ്പോൾ H വരാൻ വേണ്ടി H ഉള്ള ഒരാളെടുത്തോ, HCl. അപ്പോൾ HCl നമ്മൾ കൂട്ടുക. അപ്പോൾ ഇതാ CH3 COO വന്നു, H വന്നു. Nയും Cl നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതിനെ കുറയ്ക്കുക. കണ്ടോ, ഇങ്ങനെ നമ്മൾ ചെയ്യുക. എന്താ ചെയ്യേണ്ടത്? ചോദിച്ചത് ലാംഡ നോട്ട് ടെം ഓഫ് CH3 COOH ആണ് ചോദിച്ചത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്? ലാംഡ നോട്ട് ടെം ഓഫ് ഈ പീസ് ഉള്ളത് എടുക്കുക ആദ്യം. CH3 COO വെച്ച് തുടങ്ങണ Na ഉണ്ട്, അതിനെടുക്കുക. നമുക്കിവിടെ Na വേണ്ട, H വേണ്ട. അപ്പോൾ H ഉള്ള HClൻ്റെ എഴുതുക. അപ്പോൾ ഇതും ചേർന്നു CH3 COOH ആയി. NaCl നമുക്ക് ആവശ്യമില്ല, അപ്പോൾ അതിനെ കളയുക. അപ്പോൾ അതിനെ കുറയ്ക്കുക. ഇതൊക്കെ നമുക്കിവിടെ വാല്യൂസ് തന്നിട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ലാംഡ നോട്ട് ടെം ഓഫ് CH3 COOH ആണ് ചോദ്യം. അപ്പോൾ CH3 COO Na ഇട്ട് കൊടുക്കാം. എന്താണ്? 91.0. പിന്നെ HClൻ്റെ ഇട്ട് കൊടുക്കാം 425.9. എന്നിട്ട് NaClൻ്റെ കുറയ്ക്കണം. നമുക്ക് Naയും Cl ഒന്നും ഇവിടെ ആവശ്യമില്ല, ഇതിങ്ങനെ ചെയ്താൽ മതി. ഇത് രണ്ടും കൂടി കൂട്ടുക, ഇതിൽ നിന്ന് ഇത് കുറച്ചാൽ നമുക്ക് ആൻസർ കിട്ടും 390.0. ലാംഡ നോട്ട് ടെം ഓഫ് CH3 COOH. ഓക്കെ, യൂണിറ്റ് എസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. നേരത്തെ പറഞ്ഞു ഞാൻ ലാംഡ നോട്ട് ടെമ്മിൻ്റെ യൂണിറ്റ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ CH3 COOH ആണ് ആവശ്യം. അപ്പോൾ അതുള്ള 2 എടുക്കുക, NaCl വേണ്ട, അപ്പോൾ അതിന് കുറയ്ക്കുക കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ്. റേറ്റ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ ഡബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് ഡബിളായി എന്ന് പറഞ്ഞാൽ ഒരു K1 ഉണ്ട്, K2 ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ടും കൂടി കണക്ട് ചെയ്യുമ്പോൾ രണ്ടും കൂടി ഡബിളാണ്, ഒന്നിൻ്റെ ഡബിളാണ് മറ്റേത്. വെൻ ടെമ്പറേച്ചർ ഇൻക്രീസസ് ഫ്രം 300 to 301K Kelvin, കാൽക്കുലേറ്റ് ആക്ടിവേഷൻ എനർജി. ആക്ടിവേഷൻ എനർജി വെച്ചിട്ട് നമുക്കൊരു ഇക്വേഷൻ ഉണ്ട്, അതിതാണ് ലോഗ് K2/K1 ഈക്വൽ ടു -EA/2.303 R 1/T2 - 1/T1. ഇതാണ് സംഭവം. അപ്പോൾ ഇവർ പറയുന്നുണ്ട് റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഡബിളായി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ ഡബിളാണ് എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഇവർ തമ്മിലുള്ള റേഷ്യോ 2 ആണ്.
ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ 2 ആണ്, ലോഗ് 2 എന്നാണ് അർത്ഥം. ഇവർ തമ്മിൽ ഡബിളാണ്. ഇനിയിപ്പോൾ അതല്ല 4 ടൈംസ് ആയി എന്ന് പറഞ്ഞാൽ 4 എന്ന് കൊടുക്കുക. ഡബിൾ ആയി എന്ന് പറഞ്ഞാൽ ഇവർ തമ്മിൽ 2 ആണ്. ഇനി ഇവിടെ കണ്ടുപിടിക്കേണ്ടത് കാൽക്കുലേറ്റ് ആക്ടിവേഷൻ എനർജി, ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. ബാക്കിയുള്ളതൊക്കെ ഇട്ട് കൊടുക്കാം. 2.303 ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കണം. ആറിൻ്റെ വാല്യൂ ബൈ ഹാർട്ട് പഠിക്കുക. 8.314 ചിലപ്പോൾ നിങ്ങൾക്ക് തരണമെന്നില്ല. അപ്പോൾ ഇതിട്ട് കൊടുത്തു, 6 ഇട്ട് കൊടുത്തു. ഇനി T2 ടെമ്പറേച്ചർ എങ്ങനെയാണ് പറഞ്ഞത്? 300 310 അപ്പോൾ 310 T2. ആദ്യം ഉണ്ടായിരുന്നത് 300. ഇത് നമുക്ക് ചെയ്താൽ മതി. ലോഗ് 2ൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുക. ലോഗ് 2 എന്താണോ കിട്ടുന്നത് അതിൻ്റെ ആൻസർ ചെയ്താൽ ലോഗ് 2ൻ്റെ വാല്യൂ ഏകദേശം 0.301 എന്നാണ് വരിക. -EA ഇത് രണ്ടും കൂടി നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്യാം. ഇതൊക്കെ നിങ്ങൾ കറക്റ്റ്ലി ഓരോ പീസായി ചെയ്താൽ മതി. 2.303 ഇൻറ്റു 8.314 ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുക കേട്ടോ. രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വരിക 19.147142 എന്നൊക്കെ വരും. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം, ഇത് ക്രോസ് ചെയ്യണം. അതായത് 1×300 ചെയ്യുമ്പോൾ 300, 1×310 310, ഇനി 300 × 310 ചെയ്യണം. 300 × 310 ചെയ്യുമ്പോൾ ആൻസർ വരും 93,000. 300 നിന്ന് 310 കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ -10 എന്ന് വരും, നെഗറ്റീവ് വരും അല്ലേ. അപ്പോൾ അത് നമ്മൾ ഇട്ട് കൊടുത്തു. താഴെ 93 ഇട്ടിട്ട് 30 ഇവിടെ ക്രോസ് ചെയ്യണം കേട്ടോ. 1 പിന്നെ ഇത് ഇങ്ങനെ ചെയ്യണം. 0 0 പോട്ടെ, നെഗറ്റീവ് കൂടി പോസിറ്റീവ് ആയിക്കോളും. അപ്പോൾ EA ആണ് കണ്ടുപിടിക്കേണ്ടത്. EAനെ മാത്രം അവിടെ നിർത്തുക, ഇതിനെ മാത്രം നിർത്തുക. നെഗറ്റീവൊക്കെ പോയി പോസിറ്റീവായി. ഇവ രണ്ടാളെ അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ 0.301 ഇൻറ്റു പറഞ്ഞിട്ട് ഇവർ രണ്ടാൾ വരും 19.147142. ഇതും മുകളിലേക്ക് കയറും. അപ്പോൾ ഇതൊക്കെ കൂടി മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറായി 0.301 ഇവിടെ ഓൾറെഡി ഉണ്ട്. അതിൻ്റെ അടുത്തേക്ക് ഇത് വരും 19.147142 ഇൻറ്റു 9300 വരുമ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് ആൻസർ കിട്ടും. ആക്ടിവേഷൻ എനർജി EA ആക്ടിവേഷൻ എനർജി കിട്ടുക ഓൾമോസ്റ്റ് 53,598.594 എന്നൊക്കെ പറഞ്ഞിട്ടൊരു വാല്യൂ ആണ് വരിക. ഇതിന് നമ്മൾ കിലോയിലേക്ക് മാറ്റുമ്പോൾ ഇതിൽ നിന്ന് ഒരു 3 0 നമ്മൾ ഇങ്ങോട്ട് ഇപ്പുറത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാം. അപ്പോൾ 53 പോയിൻ്റ് എന്ന് വരും. 53 പോയിൻ്റ് റൗണ്ട് ചെയ്താൽ 6 അത്രയും കിലോ ജൂൾ പെർ മോൾ ആണ് യൂണിറ്റ് കേട്ടോ. ആക്ടിവേഷൻ എനർജിയുടെ യൂണിറ്റ് കിലോ ജൂൾ പെർ മോൾ. നമുക്കിതാണ് കിട്ടുക. കാൽക്കുലേറ്റർ ചെയ്യുമ്പോൾ 1000 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ 3 പൊസിഷൻസ് മാറ്റിയിട്ട് ഒരു കുത്തിട്ടാൽ 53 പോയിൻ്റ് റൗണ്ട് ചെയ്യുമ്പോൾ 6 അത്രയും കിലോ ജൂൾ പെർ മോളാണ് ആക്ടിവേഷൻ എനർജി വരിക. അപ്പോൾ ഇതൊക്കെയാണ് ന്യൂമറിക്കൽ പ്രോബ്ലംസ്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ മെയിനായിട്ട് ഹാഫ് ലൈഫ്, ആക്ടിവേഷൻ എനർജി, പിന്നെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം വേണ്ട കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എല്ലാത്തിനും ഇക്വേഷൻസ് എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താലൊക്കെ തന്നെ മാർക്കായി. അപ്പോൾ ആരും ഇത് മിസ്സാക്കണ്ട. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.